നോക്കട്ടെ. ഹലോ, അച്ഛൻ കാണാമോ മോനെ? നോക്കി. തൊടല്ലേ. എല്ലാ ഗ്രാമസ്നേഹി പ്രേക്ഷകർക്കും ഇന്നത്തെ നമ്മുടെ അതിഥി കാവ് പരിസ്ഥിതി സംസ്ഥാന സെക്രട്ടറി NN ഗോപിക്കുട്ടൻ അവരുകളാണ്. അദ്ദേഹത്തിനോട് നമുക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയവും ആനുകാലികമായ കേരള സാഹചര്യത്തെക്കുറിച്ചും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യമായി ഇന്ന് നവംബർ 2025 നവംബർ 2-ാം തീയതി നടത്തുന്ന മൈത്രിക്കാവിനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. മൈത്രിക്കാവ് എന്ന സങ്കല്പം ഈ ചേർത്തല താലൂക്കിൽ 18-ാം വാർഡിലെ ഭാസ്കറിൻ്റെ വസതിയിൽ നടപ്പിലാക്കിയത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഭാവി തലമുറയ്ക്ക് എന്നും ഓർമ്മിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതിക്ക് സഹായകരമായ ഓരോ ഭവനങ്ങളും ഒരുങ്ങുക, ആ ഭവനങ്ങളിലൂടെ നമ്മുടെ അന്തരീക്ഷത്തിലെ ഈർപ്പം നിലനിൽക്കാനും അതുവഴി പ്രകൃതിക്ക് ശുദ്ധമായ വായു ഉത്പാദിപ്പിക്കാനും കഴിയുന്ന വണ്ണം ഓരോ ഭവനങ്ങളിലും നമ്മൾ മൈത്രിക്കാവ് സങ്കല്പം നടപ്പിലാക്കുമ്പോൾ മാത്രമേ പ്രകൃതിയെ രക്ഷിക്കൂ, പ്രകൃതി നമ്മെ രക്ഷിക്കൂ എന്നുള്ള മുദ്രാവാക്യത്തിൽ കേരളത്തിലെ ഓരോ പൗരൻ്റെയും കടമ നിർവഹിക്കാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്നത്തെ നടത്തി കണ്ടിരിക്കുന്നത്. തീർച്ചയായും സന്നദ്ധ സംഘടനകൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഒക്കെ ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടതെങ്കിൽ മാത്രമേ ഭാവി തലമുറയിലേക്ക് ശുദ്ധമായ ജലവും ശുദ്ധമായ വായുവും നമുക്ക് ലഭ്യമാകത്തുള്ളൂ. കാവ് പരിസ്ഥിതി സംസ്ഥാന സെക്രട്ടറി എന്നതിൽ എത്ര കാലമായി കാവ് പരിസ്ഥിതിയുമായി ബന്ധപ്പെടുന്നു? അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? എത്രയൊക്കെ പ്രവർത്തനങ്ങൾ നടത്തി? ഇപ്പം നമ്മുടെ കേരളത്തിലെ 1 ലക്ഷത്തോളം വരുന്ന ചെറുതും വലുതും കാവുകളുണ്ട്. ഈ കാവുകൾക്ക് 82 മുതൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലേക്ക് ഫണ്ട് കൊടുക്കുന്നതാണ്. ആ ഫണ്ട് ആദ്യം വിതരണം ചെയ്യുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ്. ഈ ഫോറസ്റ്റുകാർ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് ഉദ്ദേശിച്ച രീതിയിൽ ഈ സാമ്പത്തിക ആനുകൂല്യം വിതരണം ചെയ്യാനുള്ളതുകൊണ്ട് രണ്ടാമത് ജില്ലാ പഞ്ചായത്ത് വഴി വിതരണം ചെയ്യാൻ അവരെ ഏൽപ്പിക്കുന്നു. അവരും ഏതാണ്ട് ഫോറസ്റ്റുകാർ ചെയ്തു തന്നെയാണ് ചെയ്തു വന്നപ്പോഴാണ് 2004 കേന്ദ്ര പരിസ്ഥിതി വകുപ്പും കേരള ഫോറസ്റ്റ് വകുപ്പും ചേർന്നുകൊണ്ട് കോഴിക്കോട് മലബാർ പാലസ് ഹോട്ടലിൽ വെച്ച് 200-ൽ പരം പരിസ്ഥിതി പ്രവർത്തകരെയും ഈ ആരാധന മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ വിളിച്ചുകൂട്ടി ഒരു പഠന ക്ലാസ് നടത്തുന്നുണ്ടായി. അപ്പോൾ അവിടെ നിന്നാണ് ഈ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് കേരളത്തിൽ കൊടുക്കുന്ന ഫണ്ടിൻ്റെ കാര്യം എനിക്ക് ബോധ്യമാകുന്നത്. അപ്പോൾ അതുപോലെ 1980 മുതൽ ഈ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ആരാധന സങ്കേതങ്ങളുടെ വികസനത്തിന് പൊതുജനാവിൻ്റെ പണം, അവരുടെ ആരാധന സങ്കേതങ്ങൾ, അവരുടെ രജിസ്റ്റർ എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മൾ ദ്രാവിഡ ക്ഷേത്ര സംഘങ്ങൾ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അതിൻ്റെ സെക്രട്ടറി നിലയ്ക്കാണ് ഗവൺമെൻറ് ക്ഷണിക്കുകയും ആ ദേശീയ ശില്പശാലയാണ് അതിൽ പങ്കെടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിന്നീട് 2004 ആലപ്പുഴ ജില്ലയിലുള്ള 10,000-ഓളം കാവുകളുണ്ട്. ഈ 10,000-ൽ 90% കാവുകാരെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഓരോ താലൂക്കിലും പഞ്ചായത്തിലും വിളിച്ചുകൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെയാണ് കാവ് പരിസ്ഥിതി സമിതിയുള്ളത്. ഞങ്ങൾ ഈ രംഗത്ത് വരുമ്പോൾ 1 ഏക്കറിന് മേപ്പോട്ട് ഉണ്ടായിരുന്നവർക്കാണ് പൈസ കൊടുത്തുകൊണ്ടിരുന്നത്. അത് പിന്നീട് ആ ദേശീയ നയം ദേശീയ ഗവൺമെൻറ്റിനെ കൊണ്ട് തിരുത്തിക്കാൻ ആലപ്പുഴയിലെ കാവുടമ്പോൾ സംഘടശക്തി കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് ഒരു മുത്തശ്ശി മരത്തിന് പോലും പണം കൊടുക്കാവുന്ന തരത്തിൽ ഭൂമിയുടെ പരിധി എടുത്തു മാറ്റിക്കൊണ്ട് നമ്മൾ അത് ജനകീയമാക്കി എന്നുള്ളതാണ് ആലപ്പുഴയിലെ കാവുടമകളുടെ സംഘശക്തി കൊണ്ട് നേടിയത്. രണ്ടാമതെന്ന് പറയുന്നത് ഈ പുറമ്പോക്ക് നിൽക്കുന്ന ആരാധന സങ്കേതങ്ങൾ പതിച്ചു കൊടുക്കാനുള്ള നിയമം കൊണ്ടുവരുന്നത് നമ്മുടെ സംഘടനയുടെ ആവശ്യപ്രകാരം അന്ന് 2006 ഗവൺമെൻറ് ആ കാലഘട്ടം 2010 വരെയുള്ള ഗവൺമെൻറ്റുകൾ, അതിൻ്റെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടം വരെയുള്ള ഗവൺമെൻറ്റുകൾ ചെറിയ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികളൊക്കെ ഫണ്ട് നീക്കിവെക്കുകയും ഈ കാവുകളുടെയും കുളങ്ങളുടെയും സംരക്ഷയ്ക്കും സാമ്പത്തികം കൊടുത്ത് സഹായിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഈ പിണറായി ഗവൺമെൻറ് വന്നതിന്
2017 ഞാൻ അദ്ദേഹത്തെ കൊണ്ട് നേരിട്ട് കാര്യങ്ങൾ നിവേദനം സമർപ്പിച്ചു. 2024 ധനകാര്യ വകുപ്പ് മന്ത്രിയെ കൊണ്ട് നിവേദനങ്ങൾ അയച്ചു കൊടുത്ത് ഒരു പ്രയോജനം ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല 10 രൂപ പോലും ഈ മേഖലയ്ക്ക് നീക്കി വെക്കാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരള ഗവൺമെൻറ്റോ അതല്ലെങ്കിൽ ചില പഞ്ചായത്തുകളോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് പ്രതിഷേധമായിട്ട് രേഖപ്പെടുത്താനുള്ള കാര്യം. എന്തായാലും കേരളത്തിലെ കാവും കുളങ്ങളും നവീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയമല്ല, പരിസ്ഥിതി സംരക്ഷണമാണ്. അപ്പോൾ ആരാധന നിലനിൽക്കുന്ന കൊണ്ടാണ് ഈ സത്യത്തിൽ ഇന്ന് കാവും കുളകളും ചെറുതും വലുതായ മലകളും ഒക്കെ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ട് വലിയൊരു ദുരന്തമാണ് ഇപ്പം നമ്മൾ കൈവശം അനുഭവിക്കുന്നത്. ഇത് ഒഴിവാക്കണമെന്ന് തീർച്ചയായിട്ടും നമ്മുടെ വൃക്ഷങ്ങൾക്കും മലകൾക്കൊക്കെ നല്ല പങ്കുണ്ട്. അത് തിരിച്ചറിയുന്നതുകൊണ്ടാണ് ശാസ്ത്രലോകം ഇന്ന് നമ്മുടെ കാവുകളും കുളങ്ങളും വൃക്ഷങ്ങളും ഒക്കെ സംരക്ഷിക്കാൻ അവർ പ്രഖ്യാപിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര പരിസ്ഥിതി വകുപ്പൊക്കെ മുൻകൈ കൊടുത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾ പറയുന്നത് ഇതിനെല്ലാം ഗ്രാന്റ് കൊടുക്കണം. അത് നമ്മളിപ്പോൾ തെങ്ങ് വെച്ച് പിടിപ്പിക്കുന്നത് പോലെ നമ്മൾ ഒരു മുറ്റത്തിരുന്ന് തെങ്ങ് അല്ലെങ്കിൽ ഒരു വാഴ വെക്കുന്നത് പോലെ ഒരു 5-6 മരത്തൈകൾ വെച്ച് പിടിപ്പിക്കുക. അവിടെ ആരാധനയുടെ ആവശ്യമില്ല. നമുക്ക് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സംഘടന നിലയ്ക്ക് എൻ്റെ ആദ്യപടി കേരളത്തിലല്ല ഇന്ത്യയിലെ ചരിത്രത്തിൽ ഭവനങ്ങളിൽ മൈത്രിക്കാവുന്ന ആശയം നമ്മൾ നടപ്പിലാക്കി.